സുരേന്ദ്രേട്ടൻ എവിടുന്ന കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ പോയതാ. വന്നാൽ ഉടൻ നിനക്ക് ഞാനത് തരാം. അങ്ങനെ ഇത്തിരി മണിയായിട്ട് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥ പറ്റില്ല. എനിക്കെന്റെ കാശ് മൊത്തം കിട്ടണം. ഞങ്ങക്ക് കുറച്ച് അവധിയും കൂടി. നടക്കില്ല. ഇനിയൊരു നിമിഷം പോലും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അതെ, സാധനങ്ങളെല്ലാം നിങ്ങൾ എടുക്കുന്നോ അതോ ഞാൻ ഇവരെ കൊണ്ട് എടുപ്പിക്കണോ? എല്ലാവരും പുറത്തിടാ. ഒന്നും എടുക്കരുത്. അച്ഛൻ വരട്ടെ, എന്നിട്ട് എന്ത് വേണം തീരുമാനിക്കാം. ഇപ്പൊ ഒന്നും എടുക്കരുത്. അച്ഛൻ വന്നാലും എന്റെ തീരുമാനം മാറാൻ പോകുന്നില്ലടാ. എല്ലാവരും പുറത്തിടാ. വേണ്ട, ഒന്ന് നിൽക്കൂ. ഒന്നും എടുക്കരുതല്ലേ പറഞ്ഞത്. മോനെ വിനോദേ, എന്തു പറ്റിയടാ? എന്താ അച്ഛാ, ആ ഗഗന സംഘവും വന്നിട്ടുണ്ട്. അയാള് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടുക. ഇറക്കി വിടാനോ? എത്തിയല്ലോ കുടുംബനാഥൻ. എവിടെ എന്റെ കാശ്? ഇല്ലെങ്കിലേ ഭാര്യ മക്കളെയും കൂട്ടി ഇപ്പൊ എവിടുന്ന് ഇറങ്ങണം. ഞാൻ പറയുന്നത് എന്തായി സുരേന്ദ്രേട്ടാ? പോയ സ്ഥലത്ത് നിന്ന് കാശ് കിട്ടിയോ? ആ നിപ്പ് കണ്ട അറിയില്ലേ സംഗതി ഗോവിന്ദയാണെന്ന്. അതെ, ഇവിടുന്ന് ഓരോ അടി മുന്നോട്ട് വെക്കണമെങ്കിൽ ഗഗന്റെ കാശ് രൊക്കം കിട്ടണം. അല്ലെങ്കിൽ താൻ ഇവിടെ ഈ മുറ്റത്ത് നിന്നാ മതി. ഞങ്ങളകത്തുനിന്ന് സാധനം ഇങ്ങോട്ട് എത്തിക്കാം. ഒരല്പസാവകാശം കൂടി. ശബ്ദിച്ചു പോകരുത് ഇനി ആ വാക്ക്. സാവകാശം തന്നു നിങ്ങളെല്ലാരും കൂടെ ഗഗനെ ഭേഷാട്ടങ്ങൾ സൽക്കരിച്ചില്ലേ? പറഞ്ഞുറപ്പിച്ച പെണ്ണിനെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുത്തിട്ട് അത് ഞങ്ങളുടെ അറിവോ സംഭവത്തോടു കൂടി നടന്നതല്ലല്ലോ മോനെ. നീ ഒന്ന് ക്ഷമയോടെ ഇരുന്ന അവളെ നിനക്ക് ഞങ്ങൾ കെട്ടിച്ചു തരാം. അയ്യോ, ഇനി അതിന് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. അല്ലാതെ തന്നെ അത് ചെയ്യാൻ എനിക്കറിയാം. അവള് ഗഗന്റെ കൂടെ ജീവിക്കുന്ന കാണാൻ കാത്തിരുന്ന തന്തേ മക്കളും. അതെ, തറവാട്ടമ്മയുടെ ബാണ്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൊടുത്തേക്കല്ലേ? നമുക്കെന്തിന്? കൊടുത്തേക്ക്. എന്നിട്ട് വീട് പൂട്ടി താക്കോലെടുക്ക് വിക്രമേട്ടാ. മര്യാദയ്ക്ക് എല്ലാം എടുത്തോണ്ട് സ്ഥലം വിട്ടോണം. ഇനി ഈ വീടിന്റെ മുറ്റത്ത് നിങ്ങളെ കണ്ടുപോകരുത്.